ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് കുസ്ക റൈസ് തയ്യാറാക്കിയാലോ. പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നല്ല ഫ്ലേവറോട് കൂടി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എഗ് കുസ്ക റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതുപോലൊരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ജാതിപത്രിയാണ്. അതായത് ജാതിക്കയുടെ പുറത്തുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ജാതിപത്രിയുടെ ഒരു 1/4 ഭാഗത്തോളാണ്, അതായത് മെയ്സ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ഈ ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇപ്പോൾ മുറിച്ച് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള ഒരു 10 വെളുത്തുള്ളി അങ്ങനെ എന്നോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ മുഴുവനോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 ചെറിയുള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 6ഓ 7ഓ ചെറിയുള്ളി ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട്. ഇനി ഇതും കൂടി നമുക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അത്രേ തന്നെ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി തക്കാളി, നന്നായിട്ട് പഴുത്ത ഒരു പകുതി തക്കാളി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകണം, അത്രേ തന്നെ മതിയാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, തക്കാളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ പുതിനയില ഒരു പിടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ മല്ലിയിലയാണെന്നുണ്ടെങ്കിലും ഒരു പിടി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുക്കാനുള്ളതാണല്ലോ, അപ്പോൾ അതായത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്ര മതി, നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി തണുത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കി പരിപാടികളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള എഗ്ഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ സെയിം കടായി തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗിൽ അത്യാവശ്യം ഉപ്പൊന്ന് പിടിച്ച് വരും ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മുളക് പൊടി, അതുപോലെ ഉപ്പ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമല്ലോ ഇതുപോലെ വരഞ്ഞെടുക്കുന്ന സമയത്ത്. ഇനി ഇത് ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റി ആയിട്ട് മാറില്ല. ഇതുപോലെ ഒന്ന് കടായി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ നന്നായിട്ട് വരില്ല. ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്തെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിതിന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിൽ 1.5 കപ്പ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ സമയം ഞാൻ വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റുക. കുതിർത്തിയെടുത്ത റൈസ് പിന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് നല്ല പേസ്റ്റായിട്ട് വേണ്ട, ഇതുപോലെ ചെറിയ തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട ആ ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. പ്രഷർ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ബേ ലീഫ്, പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം. അപ്പോഴായിരിക്കും ഈ ഒരു റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് മാറാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു മസാല തയ്യാറാക്കണ ഒരു പ്രൊസീജിയർ കൂടി നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ ചെയ്യാം കേട്ടോ. ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കടായിൽ ചെയ്തതെന്നുള്ളൂ. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വരെ ചേർക്കുക. അതായത് 3 ടീസ്പൂണൊക്കെ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 1 ടീസ്പൂൺ വരെ ഗരം മസാല ചേർക്കാം, അതിൻ്റെ ഒരു ഫ്ലേവറിനനുസരിച്ച്. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ വളരെ കുറച്ച് അളവിൽ തന്നെ മതി കേട്ടോ. ഗരം മസാലയൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. പിന്നെ നമ്മൾ ഹോൾ സ്പൈസസും ചേർത്ത് കൊടുത്തല്ലോ. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് പഴുത്ത തക്കാളി. അതിനുശേഷം തക്കാളിയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വരിക. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്, അത് കാരണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. എണ്ണ ഇല്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. പച്ചമുളക് നന്നായിട്ട് തന്നെ മാറി വരണം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അതായത് 1/4 കപ്പ് അളവിൽ. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അളവിൽ അരി എടുത്തപ്പോൾ 3 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. അതായത് എത്രയ്ക്ക് അരി എടുക്കണുണ്ടോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർ ചെയ്തത് അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ മെഷർ ചെയ്തത് ആ സെയിം ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും റൈസിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് വരിക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് റൈസ് ചേർത്ത് കൊടുക്കുക. 1/2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്ത അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. കൂടിപ്പോയാലും കറക്റ്റായിട്ട് വരില്ല, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ആ ഒരു എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എഗ്ഗ് വെന്ത് കുഴഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എഗ്ഗ് വെന്ത് കുഴഞ്ഞൊന്നും പോയില്ല കേട്ടോ. ഒരുപാട് സമയം നമ്മളിത് കുക്ക് ചെയ്തെടുക്കില്ല, കാരണം 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ഒരു റൈസ് തന്നെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഇനി നമുക്ക് കുക്കറിൻ്റെ ആ ഒരു അടപ്പ് അടച്ചതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരണ വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അപ്പോഴേക്കും റൈസ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ. അപ്പോൾ ചൂടോടുകൂടി നോക്കുമ്പോൾ ഇതുപോലെ പ്രഷർ കുക്കർ ബിരിയാണി അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കുന്ന ഇതുപോലെ റൈസ് ഐറ്റംസ് ഒക്കെ കുഴഞ്ഞ പോലെ ആയിരിക്കും തോന്നുക കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചതാണ് ചേർക്കണത്. 4 ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരിക കേട്ടോ. അപ്പോൾ എഗ്ഗൊന്നും തീരെ കുഴഞ്ഞോ പൊട്ടിയോ ഒന്നും പോയിട്ടൊന്നുമില്ല. അതുപോലെ റൈസ് ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറോട് കൂടി ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് സാധാരണ കുറുമയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് റായത്തയുടെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറോട് കൂടി ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും, കാരണം അതുപോലൊരു ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് കുസ്ക റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാട്ടോ. കണ്ടില്ലേ, റൈസ് ഒന്നും തീരെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കണമെന്നില്ല, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.